ഹലോ മക്കളെ, പാർട്ട് 4ലേക്ക് എല്ലാവർക്കും വെൽക്കം. റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പൊ ഇവിടെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട് സാർ. എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? ഇറാഷണൽ നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണ് √2, √3, √5, പൈ, ഇതൊക്കെ എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഇറാഷണൽ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ഒരു പോർഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ആദ്യം സാർ ഒരു നമ്പർ എടുത്തിരിക്കുന്നത് 10/4. ഈ 10/4 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്. എന്ത് നമ്പറാണ്? റാഷണൽ നമ്പർ. അപ്പൊ എന്തുകൊണ്ടാണ് സാർ ഇതിനെ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്? പറയാൻ കാരണം ഈ ടെന്നിന് എനിക്ക് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന് ഇങ്ങനെ എഴുതാം, 5 × 2. ക്ലിയർ? യെസ്. ഈ ഫോറിന് എനിക്ക് എങ്ങനെ എഴുതാം? 4 എന്ന് പറയുന്നത് 2 × 2. ക്ലിയർ? യെസ്. അപ്പോ ഈ 10നകത്ത് 2 ഉണ്ട്, 4നകത്തും 2 ഉണ്ട്. അതായത് ഇവർക്ക് രണ്ടുപേർക്കും എന്താണ്? ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ക്ലിയർ? ഓക്കെ, യെസ്. അപ്പൊ ഈ കോമൺ ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് ഞാൻ അങ്ങ് വെട്ടി കഴിഞ്ഞപ്പോ ഇതിങ്ങനെയായി, മുകളിൽ 5 താഴെ 2. ക്ലിയർ ആണോ? യെസ്. ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. ഇതിന്റെ കോമൺ ഫാക്ടർ 1 ആണ്, ഇതിന്റെ 1 ആണ്. കണ്ടോ? വേറെ ഒരു ഫാക്ടറും കോമൺ ആയിട്ടില്ല. അങ്ങനെ എനിക്ക് ഈ 10/4 എഴുതാനായിട്ട് കഴിയും. അങ്ങനെ എഴുതാൻ കഴിയുന്നു. കിട്ടിയോ? അങ്ങനെ എഴുതാൻ കഴിയുന്നുവെങ്കിൽ ഈ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോ പ്രൈംസ്. എന്താണ്? കോ പ്രൈംസ്. കാരണം ഇവർക്ക് 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടർ ഇല്ല. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഏതൊരു നമ്പർ ആണോ നിങ്ങൾക്ക് ഇങ്ങനെ കോ പ്രൈം ആയിട്ട് എഴുതാൻ കഴിയുന്നത്, അതായത് മുകളില് എന്താണ് ന്യൂമറേറ്ററും താഴെ ഡിനോമിനേറ്ററുമായിട്ട് എഴുതാൻ കഴിയുന്നത്, അത്തരം നമ്പറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റാഷണൽ നമ്പേഴ്സ്. ക്ലിയർ? അങ്ങനെ എഴുതാൻ കഴിയാത്ത നമ്പറുകളാണ് എന്ത്? ഇറാഷണൽ നമ്പേഴ്സ്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇവിടെ 10ന് സാറ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, 2 × 5 കിട്ടും. 4ന് ചെയ്താൽ 2 × 2 കിട്ടും. ക്ലിയർ? അപ്പൊ ഇതിനകത്ത് ഈ 10ന്റെ ഈ മുകളിൽ 10ന് പകരം സാർ എന്ത് എഴുതി? 2 × 5 എഴുതി. 4ന് പകരം എന്ത് എഴുതി? 2 × 2 എഴുതി. രണ്ടിൽ കോമൺ ആയിട്ടുള്ള ഈ 2 എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയും. ക്ലിയർ? യെസ്. ഓക്കെ, ഉണ്ടോ? അങ്ങനെ കോമൺ ആയിട്ടുള്ള എന്താണ് 2 ക്യാൻസൽ ചെയ്തപ്പോൾ എനിക്ക് ബാലൻസ് എന്ത് കിട്ടി? ഒരു 5/2 കിട്ടി അല്ലേ? ക്ലിയർ? യെസ്. ഈ 5/2 എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? 5ൽ നോക്കി കഴിഞ്ഞാൽ 1 × 5, 2ൽ നോക്കിയാൽ 1 × 2. രണ്ടിലും കോമൺ ആയിട്ട് 1 ആണുള്ളത്. അതായത് അതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ. അങ്ങനെ ഈ 10/4 എന്നുള്ളതിനെ സാർ എന്ത് എഴുതി? എന്താണ്? 5/2 എന്ന് ആക്കി എഴുതിയത്. 5/2, നോ കോമൺ ഫാക്ടർ. അങ്ങനെ കോമൺ ഫാക്ടർ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? കോ പ്രൈം. അപ്പൊ നമ്മൾ ഇനി പ്രൂഫ് പഠിക്കാൻ പോകുമ്പോൾ കോ പ്രൈം എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വേണം. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത് നോക്കാം. നമ്മൾ ഇവിടെ 2 സംഖ്യകൾ എടുത്തു. സപ്പോസ് ആ സംഖ്യകളെ എക്സും വൈ ആണെന്ന് വിചാരിക്കും. ഓക്കെ. ഈ എക്സിനും വൈക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കി 2 എന്ന് പറയുന്ന 2 സംഖ്യകൾ രണ്ടുപേർക്കും കോമൺ ആയിട്ടുണ്ട്. ദെൻ നമ്മൾ അത് ക്യാൻസൽ ചെയ്തു. ക്ലിയർ? അപ്പൊ നമുക്ക് 2 സംഖ്യകൾ കിട്ടി, 5ഉം 2ഉം. ഇതിന്റെ പേര് എ, ഇതിന്റെ പേര് ബി. ഓക്കെ. അപ്പൊ ഞാൻ അതിന് 5/2 എന്ന് എഴുതി, അതായത് a/b. അപ്പൊ a/b എന്ന് പറയുന്ന ഒരു ഇന്റീജർ ആണ്. അതിന് കോമൺ ഫാക്ടർ ആരായിട്ടുള്ളൂ? 1 ആയിട്ടുള്ളൂ. അപ്പൊ a/b-നെ നമ്മൾ എന്ത് പറയും? കോ പ്രൈംസ് എന്ന് പറയും. എയും ബിയും എന്താണ്? കോ പ്രൈംസ് എന്ന് പറയും. ഇനി ഇതൊന്നൊരു ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇത് ഇങ്ങനെ ഇരിക്കും. സപ്പോസ് a and b have common factor other than 1, then we can divide by the common factor. ഈ കോമൺ ഫാക്ടർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ആൻഡ് അസ്യൂം ദാറ്റ് a and b are co-prime. അപ്പൊ എന്താണ്? എ ഉം ബിയും എന്താണ്? കോ-പ്രൈം ആയിരിക്കും. ഈ ഒരു സെന്റൻസ് നിങ്ങൾ പ്രൂഫിൽ എപ്പോഴും എഴുതും. അപ്പൊ അതിന്റെ മീനിങ് ഇതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഇവിടെ ഈ സെന്റൻസ് ഇവിടെ എഴുതി വെച്ചത്. അപ്പൊ ഈ ഒരു സെന്റൻസ് എല്ലാ പ്രൂഫിനും നിങ്ങൾ എഴുതണം. ഓക്കെ. അതായത് 2 സംഖ്യകൾ നിങ്ങൾ എടുക്കുന്നു, അതിനകത്ത് കോമൺ ആയിട്ടുള്ള ഫാക്ടർ വെട്ടിക്കളയുന്നു, ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന 2 സംഖ്യകൾ നോക്കുന്നു, അതിന് കോമൺ ആയിട്ട് ഒരു ഫാക്ടറും ഇല്ല എങ്കിൽ ആ 2 സംഖ്യകൾ എന്താണ്? ഒരാളുടെ പേര് എ, ഒരാളുടെ പേര് ബി. a/b എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോ പ്രൈം ആയിരിക്കും. എയും ബിയും കോ പ്രൈം ആയിരിക്കും. കാരണം അവർക്ക് 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടർ ഇല്ല. അപ്പൊ 1 അല്ലാതെ എന്താണ് കോമൺ ഫാക്ടർ? വേറെ ഒന്നുമില്ല. അങ്ങനെയുള്ളവരാണ് നമ്മൾ ഇവിടെ എന്താണ് റാഷണൽ നമ്പർ ആയിട്ട് എഴുതുന്നത്. ക്ലിയർ? അപ്പൊ സാറ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റാഷണൽ എന്ന് പറഞ്ഞാൽ a/b എന്ന രൂപത്തിൽ എഴുതാൻ കഴിയും. എയും ബിയും എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റീജർ ആണ്, സംഖ്യയാണ്. എക്കും ബിക്കും 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടർ ഉണ്ടാവില്ല. അതുകൊണ്ട് എയും ബിയും നമ്മൾ വിളിക്കുന്ന പേരാണ് കോ പ്രൈം.
ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു സംഖ്യ റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? A/B രൂപത്തിൽ എഴുതാൻ കഴിയുന്നതാണ് എന്ത്? റാഷണൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അപ്പൊ √2 സാർ ഇങ്ങനെ എഴുതാൻ കഴിയില്ലേ? √2/1. അപ്പൊ അത് A/B രൂപത്തിലായില്ലേ? അങ്ങനെ ചോദിച്ചാലോ? അങ്ങനെ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരവുണ്ട്. √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൈ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സംഖ്യകളുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ നമ്പർ ഇങ്ങനെ എന്താണ് എൻഡ്ലെസ് ആയിട്ട് പോകും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇറാഷണൽ നമ്പർ എന്ന് വിളിച്ചത്. അപ്പൊ അതർ ദാൻ 1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മറ്റൊരു സംഖ്യ ഉപയോഗിച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയൂല. കാരണം അതൊരു വലിയ സംഖ്യയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ? അപ്പൊ അതിന്റെ ഉത്തരം കിട്ടിയല്ലോ. യെസ്. അപ്പൊ ഈ ഒരു സെന്റൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രൂഫിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് പ്രൂഫിലേക്ക് പോവാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇതാണ്. പ്രൂവ് ദാറ്റ് √5 ഈസ് ഇറാഷണൽ. അപ്പൊ നമ്മളിവിടെ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തെളിയിക്കുന്നത്. ഇത് ചില പിള്ളേർക്ക് ഭയങ്കര പാടാണ്. എത്ര പഠിച്ചാലും തെറ്റിച്ചു പോകും. കാരണം കാണാപ്പടം പഠിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പുകൾ ഒന്ന് മനസ്സിലാക്കുക. ആദ്യം സാർ വളരെ സ്ലോലിയാണ് എടുക്കുക. അതിനുശേഷം വളരെ സ്റ്റെപ്പുകൾ ചുരുക്കി പെട്ടെന്ന് നമുക്ക് എഴുതുന്ന രീതിയും പഠിക്കാം. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ √5 ഇറാഷണൽ ആണ് തെളിയിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √5നെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റില്ല? A/B രൂപത്തിൽ എഴുതാൻ കഴിയൂല എന്ന് തെളിയിക്കണം. ക്ലിയർ? അപ്പൊ എന്റെ ചോദ്യം ഇതാണ്. √5നെ എനിക്ക് A/B രൂപത്തിൽ എഴുതാൻ കഴിയുമോ ഇല്ലയോ? കഴിയില്ല. കഴിയില്ല. ക്ലിയർ? യെസ്. അപ്പൊ കഴിയില്ല എന്ന് തെളിയിക്കണം. പക്ഷെ അത് തെളിയിക്കാൻ എനിക്ക് യാതൊരു മാർഗമില്ല. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യണേ? √5 എന്ന് പറയുന്നത് A/B രൂപത്തിൽ എഴുതാൻ കഴിയുമെന്ന് അങ്ങോട്ട് വിചാരിക്കുകയും ഇതിനെയാണ് നമ്മൾ അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ പ്രൂഫിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് വിചാരിക്കണം √5നെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? A/B രൂപത്തിൽ എഴുതാൻ കഴിയും. √5 റാഷണൽ ആണ് അപ്പോ, അല്ലെ? റാഷണൽ നമ്പർ ആണെന്ന് ഞാൻ അങ്ങോട്ട് വിചാരിക്കണം. ഓക്കെ. എന്നിട്ട് തെളിഞ്ഞ് നമ്മൾ കുറെ സ്റ്റെപ്പ് ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താണ്? റാഷണൽ നമ്പർ ആണെന്നല്ലേ? റാഷണൽ നമ്പർ ആണെങ്കിൽ ഇയാൾക്കും എന്താണ് 1 ആയിരിക്കില്ലേ കോമൺ ഫാക്ടർ? വേറെ ഒന്നും വരാൻ പാടില്ല. പക്ഷെ നമുക്ക് വേറെ സംഖ്യകൾ കിട്ടും. 5 എന്ന് കിട്ടും കോമൺ ഫാക്ടർ. നമുക്ക് എന്ത് കിട്ടും? 5 ആണ് കോമൺ ഫാക്ടർ എന്ന് കിട്ടും. അപ്പൊ അത് റാഷണൽ ആണോ? അല്ല. അപ്പൊ അതെന്താണ്? ഇറാഷണൽ ആണ്. കിട്ടിയോ? ഇതാണ് നമ്മുടെ മെത്തേഡ്. ആദ്യം റാഷണൽ ആണെന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ കോമൺ ഫാക്ടർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ക്ലിയർ ആണോ? യെസ്. നമ്മൾ ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് കോമൺ ഫാക്ടർ എന്ത് കിട്ടും? 1 അല്ലാതെ വേറെ രണ്ട് സംഖ്യ കിട്ടും. അതായത് 5 കിട്ടും. √5 ആണെങ്കിൽ 5 കിട്ടും. √2 ആണെങ്കിൽ 2 കിട്ടും. അപ്പൊ നമ്മൾ എന്താണ് വിചാരിച്ചത് അതല്ലല്ലോ ലാസ്റ്റ് കിട്ടിയത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ വിചാരിച്ചത് തെറ്റായിരുന്നു. അപ്പൊ നമ്മൾ ശരി എന്തായിരിക്കും? ഇറാഷണൽ ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ we can prove that the square root 5 is irrational by using the proof by contradiction. ആ പ്രൂഫിന്റെ പേരാണ് proof by contradiction. ക്ലിയർ? അപ്പൊ അതിന്റെ സ്റ്റെപ്പുകൾ സാർ എന്ന് പറയാം. അതൊന്നും കൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾ ഈ സ്റ്റെപ്പുകളൊന്നും ഇങ്ങനെ എന്താണ് പേരുകളൊന്നും വെച്ച് പഠിക്കുകയും വേണ്ട. ആദ്യം അസ്യൂം ദ ഓപ്പോസിറ്റ്. സാർ പറഞ്ഞില്ലേ ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. എന്താണ് ഓപ്പോസിറ്റ്? √5 ഈസ് എന്താണ്? റാഷണൽ. നമ്മൾ തെളിയിക്കാൻ ചോദിച്ചത് റാഷണൽ ആണ്. അപ്പൊ അസ്യൂം ദ ഓപ്പോസിറ്റ്. √5 റാഷണൽ ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ആണെന്ന് അസ്യൂം ചെയ്യണം. മനസ്സിലായോ? ക്ലിയർ? അടുത്ത എന്താണ്? സ്ക്വയർ ബോത്ത് സൈഡ്. അങ്ങനെ അസ്യൂം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? √5 = A/B എന്ന് എടുക്കണം. ക്ലിയർ? എന്നിട്ട് രണ്ട് സൈഡും എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യാനാണ് അവർ പറയുന്നത്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ക്ലിയർ? യെസ്. ദെൻ മൂന്നാം സ്റ്റെപ്പ് വരുന്നത് റീഅറേഞ്ച് ദ ഇക്വേഷൻ. സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ 5 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? A² കിട്ടും. ഇവിടെ താഴെ എന്ത് കിട്ടും? B². ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അതായത് B² ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ എന്താണ്? 5B² എന്താണ്? A². ദിസ് ഈസ് ദ റീഅറേഞ്ച്മെന്റ്. ക്ലിയർ? യെസ്. ദെൻ എന്താ? അനലൈസ് ദ ഇംപ്ലിഫിക്കേഷൻസ്. അടുത്തത് എന്താണ്? അനലൈസ് ദ ഇംപ്ലിഫിക്കേഷൻസ്. അപ്പൊ 5B² എന്താണ്? A² എന്ന് കിട്ടിയല്ലോ. ഇതിന്റെ അർത്ഥം 5 × B² A². ക്ലിയർ? യെസ്. അതായത് A² എന്ന് പറഞ്ഞ സംഖ്യ എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അതായത് A² നിങ്ങൾക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയും. A² 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് A 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഇതാണ് അതിന്റെ ഇംപ്ലിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് അനലൈസ് ഫർദർ. അങ്ങനെയാണെങ്കിൽ there is a number called C. ഓക്കെ. ആ C ആയിരിക്കും A എന്ന് പറഞ്ഞത് 5 × C. അതിനെ കുറിച്ചൊക്കെ സാർ ഡീറ്റെയിൽ ആയിട്ട് ഇനി ആ പ്രോബ്ലം ചെയ്യിക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് അനലൈസ് ഫർദർ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്തത് എന്താണ്? കോമൺ ഡിവിസിബിൾ. അപ്പൊ ഒരു കോമൺ ഡിവിസിബിൾ 5 കിട്ടും നിങ്ങൾ. അപ്പൊ 5 കോമൺ ഡിവിസിബിൾ ആയതുകൊണ്ട് 5 ഒരു HCF ആയിട്ട് കോമൺ ഫാക്ടറായി വന്നതുകൊണ്ട് കോൺട്രഡിക്ഷൻ വരും. നമ്മൾ അസ്യൂം ചെയ്തതിന്റെ ഓപ്പോസിറ്റ് കാര്യം അവിടെ സംഭവിക്കും.
ഓക്കെ, അസ്യൂം ചെയ്തപ്പോ ഒന്ന് മാത്രമാണ് എന്ത് കോമൺ ഫാക്ടർ എങ്കിൽ നിങ്ങൾ ലാസ്റ്റ് കോൺട്രഡിക്ഷനിൽ എത്തുമ്പോൾ 5 കോമൺ ഫാക്ടർ എന്ന് എത്തും. ക്ലിയർ ആണോ? അപ്പോ 5 കോമൺ ഫാക്ടർ ആയതുകൊണ്ട് നിങ്ങൾ എന്താണോ അസ്യൂം ചെയ്തത് അത് തെറ്റാണ്. ക്ലിയർ? യെസ്. അപ്പൊ നമ്മൾ എന്ത് പറയും ലാസ്റ്റ് കൺക്ലൂഷൻ, അവർ അസംഷൻ ഈസ് റോങ്. നമ്മൾ അസ്യൂം ചെയ്ത് തെറ്റാണ്, നമ്മൾ അസ്യൂം ചെയ്ത് റാഷണൽ എന്നാണ്. അപ്പൊ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഉത്തരം എന്താണ്? ഇറാഷണൽ ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ പ്രൂഫ് പോകുന്നത്. നിങ്ങളിപ്പോ സാർ പറഞ്ഞത് ഓക്കെ വേണ്ട, ഞാനിപ്പോ എഴുതി കാണിച്ചു തരും സ്റ്റെപ്പ് ആയിട്ട്. അപ്പൊ ഇത്തരം സ്റ്റെപ്പുകളാണ് ഇതിനകത്ത് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് നേരെ പോവാം ക്വസ്റ്റ്യനിലേക്ക്. ഫസ്റ്റ് എന്തായിരുന്നു? അസ്യൂം ദ ഓപ്പോസിറ്റ്. അപ്പൊ ലെറ്റ് അസ്യൂം ഫോർ ദ സേക്ക് ഓഫ് കോൺട്രഡിക്ഷൻ ദാറ്റ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 5 ഈസ് റാഷണൽ. അപ്പൊ റൂട്ട് 5 എന്ന് പറയുന്നത് റാഷണൽ ആണെന്ന് നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. അസ്യൂം, നിങ്ങൾ വെറുതെ അങ്ങോട്ട് വിചാരിക്കണെന്ന്. ദിസ് മീൻസ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ് ആസ് എ ഫ്രാക്ഷൻ ഇൻ സിംപ്ലസ്റ്റ് ഫോം. സിംപ്ലസ്റ്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും a by b. അവിടെ b എന്ന് പറയുന്ന ആൾ 0 ആവാൻ പാടില്ല. b നോട്ട് ഈക്വൽ ടു 0 അങ്ങനെ എഴുതണം. ക്ലിയർ? യെസ്. അപ്പൊ എന്താണ് എഴുതേണ്ടത്? ലെറ്റ് അസ് അസ്യൂം ടു ദ കോൺട്രറി ദാറ്റ് root 5 is rational. Okay, then നമുക്ക് എന്ത് എഴുതണം? നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസ് ഓർമ്മയുണ്ടോ? That is, we can find integers a and b. Suppose a and b have common factor other than 1, then we can divide by the common factor and assume that a and b are co-prime. ഇത് എഴുതണം, co-prime. ഈ സെന്റൻസ് ഒന്നും ഇതിനും കുഴപ്പമില്ല. a and b are co-prime എന്ന് എഴുതണം. മനസ്സിലായോ? co-prime എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Only one is their common factor, not other factors. Clear? Yes. അപ്പോ റൂട്ട് 5 ഈക്വൽ ടു എ ബി സാർ പറഞ്ഞ പോലെ ഇനി എന്ത് ചെയ്യണം? ബി ഇങ്ങോട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താവും? റൂട്ട് 5 ഇൻറ്റു ബി, റൂട്ട് 5b ഈസ് ഈക്വൽ ടു എ. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് 1 അല്ലെങ്കിൽ എന്താണ്, നമ്മൾ പ്രൂഫിന്റെ ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞു എന്ന് പറയാം. ക്ലിയർ? യെസ്. നെക്സ്റ്റ്, സ്ക്വയർ ബോത്ത് സൈഡ്. അപ്പൊ നിങ്ങൾ എഴുതിയ ഇക്വേഷന്റെ രണ്ട് സൈഡ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ സ്ക്വയർ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരാ? റൂട്ട് 5ന്റെ സ്ക്വയർ എത്രയെന്ന് അറിയാമോ? റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5. റൂട്ടിന്റെ അകത്ത് കിടക്കുന്ന ഏതൊരു സംഖ്യയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ വെരി ഈസിയാണ്. ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 5ഉം ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയറും ഇതെന്താണ്? എ സ്ക്വയറും ആണ്. ക്ലിയർ? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്ക്വയർ ചെയ്ത് 5b സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. ഇതിന്റെ അർത്ഥം എന്താ? ഈ എ സ്ക്വയർ എന്ന് പറഞ്ഞ സംഖ്യ കിട്ടുന്നത് 5 ഇൻറ്റു ബി സ്ക്വയർ മറ്റൊരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അതായത് എ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് എന്താണ്? 5. 5ന്റെ ഗുണിതമാണ്. 5 ഇൻറ്റു സം അതർ നമ്പർ ഇസ് ഗീവ്സ് എന്താണ്? എ സ്ക്വയർ. ഓക്കെ, അപ്പൊ എ സ്ക്വയർ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? എ സ്ക്വയറിനെ നിങ്ങൾക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ബി സ്ക്വയർ കിട്ടും. ഇവിടെ ഈ ക്വസ്റ്റ്യൻ കണ്ടോ? അപ്പൊ എ സ്ക്വയർ ക്യാൻ ബി ഡിവൈഡഡ് വിത്ത് 5. അങ്ങനെ എ സ്ക്വയറിനെ നിങ്ങൾക്ക് 5 വെച്ച് ഹരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എയിനെയും 5 വെച്ച് ഹരിക്കാൻ കഴിയും. മനസ്സിലായോ? ഇപ്പൊ 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സ്ക്വയർ അല്ലേ? 4 സ്ക്വയർ നിങ്ങൾക്ക് 2 വെച്ച് ഹരിക്കാൻ കഴിയും അല്ലെ? 16 ബൈ 2 എത്രയാണ്? 8. എങ്കിൽ 4നെ നിങ്ങൾക്ക് 2 വെച്ച് ഹരിക്കാൻ കഴിയും, അതായത് 2. ക്ലിയർ? യെസ്. അപ്പൊ അതൊരു തീറമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ആ തീരം കൊടുത്തിരിക്കുന്നത് എന്താണ്? 1.2 എന്ന് പറഞ്ഞ തീറമാണ്. ഓക്കെ, അപ്പൊ ആ തീറമാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ സാർ റീഅറേഞ്ച് ചെയ്യണം, അതായത് അതുപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ ആ തീരം നമ്മളിവിടെ പറയാൻ പോവുകയാണ്. അനലൈസ് സിംപ്ലിഫിക്കേഷൻസ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നമ്മൾ ആ തീരം പറയാൻ പോവുകയാണ്. ക്ലിയർ? സോ തീറം 1.2 എന്താണത്? ലെറ്റ് പി ബി എ പ്രൈം നമ്പർ. പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ പി എന്ന് പറയുന്നത് എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നു. പി ഡിവൈഡ് എ സ്ക്വയർ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ പി എന്തിനേയും ഡിവൈഡ് ചെയ്യും? എയിനെയും ഡിവൈഡ് ചെയ്യും. So p is a prime number, it divide a square, then it divide എന്താണ്? a also. ഇതാണ് നമ്മുടെ തീറം. ക്ലിയർ? ഇതൊരു തീറമാണ്. തീറം എന്ന് പറഞ്ഞാൽ അത് പ്രൂഫ് ഉള്ളതാണ്. അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഒരു പോസ്റ്റ്ലേസിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന കാര്യമാണ് തീറം എന്ന് പറയുന്നത്. അപ്പൊ ആ തീറം നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ therefore a square is divisible by 5. a square എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താണ്? a square then 5 divides a. ഈസി. കണ്ടോ? ഓക്കെ, അപ്പോ ഇവിടെ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, എ സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 5 ഇൻറ്റു സം നമ്പർ. അതുപോലെ എന് എഴുതാൻ പറ്റില്ല. എ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു സം നമ്പർ, ഒരു നമ്പർ. ഓക്കെ, ദാറ്റ് നമ്പർ ഇസ് ടേക്കൺ ആസ് സി. ക്ലിയർ? സോ യു ക്യാൻ റൈറ്റ് എ ഈസ് ഈക്വൽ ടു 5c. ഓക്കെ, അപ്പോ എ ഈസ് ഈക്വൽ ടു 5c എന്ന് എടുത്തിട്ട് വേണം നമ്മൾ അടുത്തത് ചെയ്യാനായിട്ട്.
നമ്മുടെ ലക്ഷ്യം എന്താണ് മക്കളെ? എ ബൈ ബി എന്ന് പറയുന്നതായിട്ടാണ് നമ്മൾ റാഷണൽ നമ്പർ എടുത്തത്. അതിനകത്ത് എക്ക് കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല, അത് 1 ആണ്. ബിക്ക് കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല, 1 ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ തെളിയിച്ചത് എന്താണ്? എനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നല്ലേ? അപ്പൊ എക്ക് ഒരു കോമൺ ഫാക്ടർ വന്നില്ലേ? അത് എത്രയാണ്? 5. അതുപോലെ ബിക്കും ഒരു കോമൺ ഫാക്ടർ 5 വരുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അങ്ങനെ വന്നാൽ എന്താണ് ഗുണം? എക്കും ബിക്കും എന്താണ് പൊതുവായിട്ട് 5 എന്ന് പറയുന്ന ഒരു ഫാക്ടർ വന്നു. കണ്ടോ? അതുകൊണ്ട് നമ്മുടെ അസംഷൻ തെറ്റാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ വെച്ച് നിങ്ങൾ നിർത്തരുത്. ഇപ്പൊ ചെയ്ത് തന്നെ വീണ്ടും ചെയ്തിട്ട് ബിക്കും എന്തുണ്ട്? 5 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോ ഈ ഒരു കാര്യം മനസ്സിൽ ഓർത്ത് വെക്കുക. എയും എന്താണ്? 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ആ മൾട്ടിപ്പിൾ ആയ നമ്പറിനെ സി എന്ന് പറയുന്ന നമ്പർ ആയിട്ട് നമ്മൾ എടുത്തു. ക്ലിയർ? യെസ്. അപ്പൊ ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്ത ഒരു തിയറി, ഒരു കൺക്ലൂഷൻ എന്താണ്? എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5, therefore എ ഈസ് ഡിവിസിബിൾ ബൈ എന്താണ്? 5. ഓക്കെ, ഇത് നമ്മൾ കണ്ടെത്തി. അപ്പൊ എക്ക് കോമൺ ആയിട്ടൊരു ഫാക്ടർ, എക്ക് ഒരു ഫാക്ടർ ഉണ്ട് 5 ആണെന്ന് നമ്മൾ കണ്ടെത്തി. അവിടെ നിർത്തുക. ഇനി നമുക്ക് ബിക്കും ഇതുപോലെ ഒരു 5 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടെന്ന് തെളിയിക്കണം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എടുക്കാം സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് അനലൈസ് ഫർദർ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും അത് എടുത്ത് എഴുതുകയാണ്. അതിനകത്ത് എക്ക് പകരം നിങ്ങൾ എന്ത് എഴുതണം? എ ഇസ് ഈക്വൽ ടു 5c എന്ന് എടുത്തു. ഇപ്പൊ 5c എന്ന് കൊടുക്കണം. ക്ലിയർ? യെസ്. അപ്പൊ സോ വി ക്യാൻ റൈറ്റ് എ ഇസ് ഈക്വൽ ടു 5c. അപ്പൊ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താണ്? 5c എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് 5b സ്ക്വയർ ഇസ് ഈക്വൽ ടു 5c സ്ക്വയർ. ക്ലിയർ? യെസ്. സോ 5b സ്ക്വയർ ഇസ് ഈക്വൽ ടു 5c സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 25. 5ന്റെ സ്ക്വയർ 25, സിയുടെ സ്ക്വയർ സി സ്ക്വയർ. ഓക്കെ, ദെൻ ബി സ്ക്വയർ ഇവിടെ നിർത്താം. ഈ 5 ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുകയാണ്. സമത്തിന്റെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിവിഷൻ ആവും. 25 ഡിവൈഡ് ബൈ 5 ഇൻറ്റു സി സ്ക്വയർ. ഇത് വെട്ടി ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. സോ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 5c സ്ക്വയർ. ദിസ് ഇസ് ദ ആൻസർ. ക്ലിയർ? യെസ്. അപ്പൊ ഇവിടെ നമ്മൾ അതാണ് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ എ ഇസ് ഈക്വൽ ടു 5c. അപ്പൊ എയുടെ പ്ലേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 5c കൊടുക്കുക. ഓക്കെ, അപ്പൊ 5b സ്ക്വയർ ഇസ് ഈക്വൽ ടു 5ന്റെ സ്ക്വയർ 25, സിയുടെ സ്ക്വയർ സി സ്ക്വയർ. 25ഉം 5ഉം കൂടി വെട്ടുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 5 കിട്ടും. ക്ലിയർ? യെസ്. സോ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? 5 ഇൻറ്റു സി സ്ക്വയർ എന്ന് കിട്ടി. ക്ലിയർ? യെസ്. ഇതിന്റെ അർത്ഥം എന്താണ് സാർ? നമുക്ക് നേരത്തെ കിട്ടി എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? 5b സ്ക്വയർ. അങ്ങനെ കിട്ടിയപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? എ സ്ക്വയറിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ? അതുപോലെ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 5c സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ബി സ്ക്വയറിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ കഴിയൂലേ? കഴിയും. അങ്ങനെയാണെങ്കിൽ ബിനെയും എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5, therefore ബി ഈസ് ആൾസോ ഡിവിസിബിൾ ബൈ 5. ക്ലിയർ? യെസ്. So b square is equal to 5c square. This means that b square is divisible by 5 and b is also divisible by 5 using the theorem 1 point. Okay. അപ്പൊ ഇതിൽ നമ്മൾ എത്തിയ കൺക്ലൂഷൻ എന്താണ്? b square is divisible by 5. ഓക്കെ, അതുപോലെ നമ്മൾ ആദ്യത്തെ എത്തിയ കൺക്ലൂഷൻ എന്താണ്? എ സ്ക്വയർ ഇസ് ഡിവിസിബിൾ ബൈ 5. ഇപ്പൊ കിട്ടിയ കൺക്ലൂഷൻ എന്താണ്? ബി സ്ക്വയർ ഇസ് ഡിവിസിബിൾ ബൈ 5. ആദ്യത്തെ നമ്മൾ എന്ത് കണ്ടെത്തി? എ ഈസ് ആൾസോ ഡിവിസിബിൾ ബൈ 5 ബൈ തിയറം 1.2. 1 തിയറം പ്രകാരം എ എന്ന് പറയുന്നത് 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ബി സ്ക്വയർ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ബിയും 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതായത് എ ബൈ ബി എഴുതുമ്പോ ഈ രണ്ടു പേർക്കും 5 എന്ന് പറയുന്ന ഒരാള് എന്തായിട്ട് വരും? ഫാക്ടർ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ എ ബൈ ബി കോപ്രൈം ആണോ? അല്ല. എ ബൈ ബി കോപ്രൈം ആണെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നമ്മൾ എത്തിച്ചേർന്നത് എന്താണ്? എ ബൈ ബി എന്തല്ല? കോപ്രൈം അല്ല എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലാണ് എത്തിച്ചേർന്നത്. അപ്പൊ നിങ്ങൾ എന്താണോ അസ്യൂം ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ നിങ്ങൾ അസംഷൻ ചെയ്തത് തെറ്റായിരുന്നു. അത് റാഷണൽ എന്നാണ് നിങ്ങൾ അസംഷൻ ചെയ്തത്. അത് തെറ്റാണ്. അതിപ്പോ എന്താണ് ശരിക്കും? അപ്പോ ഇറാഷണൽ ആണ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ therefore a and b have at least 5 as a common factor എന്ന് തെളിഞ്ഞു. സോ എന്റെ കോൺട്രഡിക്ഷൻ വന്നപ്പോ ഇവിടെ അപ്പൊ നിങ്ങൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയി അല്ലെ? എന്താണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ എന്താണ്? കോപ്രൈം ആണെന്നാ പറഞ്ഞത്. അതായത് ഇവർക്ക് രണ്ടുപേർക്കും ഒന്ന് മാത്രമാണ് എന്തായിട്ടുള്ളൂ? കോമൺ ഫാക്ടർ ആയിട്ടുള്ളൂ. വേറെ ഒന്നും തന്നെ ഇല്ലാതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത് എന്താണ്? 5 എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടർ ഉണ്ടെന്ന് എത്തിച്ചേർന്നു. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് പറയണം? ബട്ട് ദിസ് കോൺട്രാഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് എ ആൻഡ് ബി ആർ കോപ്രൈം. എ ആൻഡ് ബി കോപ്രൈം അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇവിടെ കിട്ടിയത്? അല്ലെ? എന്താണ് ഇവിടെ കിട്ടിയത്? ദിസ് കോൺട്രഡിക്ഷൻ ഹാസ് അറൈസൺ ബിക്കോസ് ഓഫ് അവർ ഇൻകറക്റ്റ് അസംഷൻ ദാറ്റ് റൂട്ട് 5 ഇസ് റാഷണൽ. റൂട്ട് 5 റാഷണൽ ആണ് നമ്മൾ തെറ്റായിട്ട് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയത്? ഇങ്ങനെ കിട്ടിയത്. അതായത് നമ്മൾ റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്തു, പക്ഷെ കിട്ടിയത് എന്തായിരുന്നു? 5 ഒരു കോമൺ ഫാക്ടർ ഉണ്ടെന്നാണ്. അപ്പൊ നമ്മളുടെ അസംഷൻ തെറ്റായിരുന്നു. അത് റാഷണൽ ആയിരുന്നില്ല. അത് എന്തായിരുന്നു? ഇറാഷണൽ. So that is our conclusion. So we conclude that root 5 is irrational. Clear? Okay?
യെസ്. അപ്പൊ സാറ് ഇങ്ങനെയാണോ ഞാൻ എഴുതേണ്ടത്? ഇതുപോലെ ഇങ്ങനെ എന്താ ഹെഡിങ് ഒന്നും കൊടുക്കേണ്ട സാർ, വളരെ പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിൽ ഇത് കാണിച്ചു തരാം. വളരെ ഈസിയാണ്. പ്രൂവ് ദാറ്റ് റൂട്ട് 5 is റാഷണൽ. എന്ത് ചെയ്യണം? ആദ്യം അസംഷൻ ആണ്, തെറ്റായി അസ്യൂം ചെയ്യണം. അതായത് ലെറ്റ് us assume the contrary that റൂട്ട് 5 is റാഷണൽ. അപ്പൊ റൂട്ട് 5 റാഷണൽ ആണെന്ന് എങ്ങനെ അസ്യൂം ചെയ്യും? റൂട്ട് 5 is equal to a by b എന്ന് എഴുതണം. എയും ബിയും ഇന്റിജർ ആണ്. p not equal to 0. എയും ബിയും എന്താണ്? കോ പ്രൈം ആണ്. അതായത് എന്താണ് കോ പ്രൈം എന്ന് പറഞ്ഞാൽ 1 ആണ് അവരുടെ കോമൺ ഫാക്ടർ, വേറൊരു ഫാക്ടറും ഇല്ല. ഈ ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ? അപ്പൊ എങ്ങനെ എഴുതണം? ഇങ്ങനെ എഴുതണം. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്യണം. ഈ ബി ഇപ്പുറത്തേക്ക് എടുത്ത് മുറിക്കണം. അപ്പൊ റീഅറേഞ്ച്മെന്റ് കഴിഞ്ഞു. അടുത്ത എന്താണ്? സ്ക്വയറിംഗ് ബോത്ത് സൈഡ്. എന്നിട്ട് വീണ്ടും റീഅറേഞ്ച് ചെയ്യണം. അപ്പൊ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യണം. അപ്പൊ റൂട്ട് 5 സ്ക്വയർ സാർ പറഞ്ഞു 5 ആണ്. ബിയുടെ സ്ക്വയർ ബി സ്ക്വയർ. ഇവിടെ എന്താണ്? എ സ്ക്വയർ. ഇതിന് എന്ത് മനസ്സിലായി? എ സ്ക്വയർ എന്ന് പറഞ്ഞ സംഖ്യ കിട്ടുന്നത് 5 ഇൻറ്റു സം നമ്പർ ആണ്. അപ്പൊ എ സ്ക്വയറിന് 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, എന് 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈസി. അത്ര എഴുതാം. ഓക്കെ, ക്ലിയർ? ആ തീരം വെച്ചിട്ട് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എ ഇസിക്കൽ ടു 5c എന്ന് എടുക്കണം. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് എ സ്ക്വയറിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, എനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എ എന്തായിരിക്കും? 5c ആയിരിക്കും. 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ എയുടെ പ്ലേസിൽ നമ്മൾ എന്താണ്? 5c എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ എയുടെ പ്ലേസിൽ ഈ ഇക്വേഷനിൽ, ആ ഫസ്റ്റ് ഇക്വേഷനിൽ 5b സ്ക്വയർ ഇസിക്കൽ ടു 5c സ്ക്വയർ എന്നാക്കണം. ഓക്കെ, എയുടെ പ്ലേസിൽ എന്ത് കൊടുത്തു? 5c എന്ന് കൊടുത്തു. ദെൻ അവിടെ എടുത്ത് ചെയ്യുമ്പോൾ 5ന്റെ സ്ക്വയർ 25, സിയുടെ സ്ക്വയർ c സ്ക്വയർ, 5b സ്ക്വയർ ഇസിക്കൽ ടു 25c സ്ക്വയർ എന്ന് കിട്ടും. കണ്ടോ? ദെൻ ഈ 25ഉം 5 വെട്ടി പോകുമ്പോൾ 5c സ്ക്വയർ കിട്ടും, ബി സ്ക്വയർ. അപ്പൊ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു സം നമ്പർ അല്ലേ? അപ്പൊ ബി സ്ക്വയറിനെ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദെയർഫോർ ബിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യും. ആ കാര്യം അവിടെ എഴുതാം. ഓക്കെ, ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്കും ബിക്കും 5 ഒരു കോമൺ ഫാക്ടർ കിട്ടി. അപ്പൊ കോമൺ ഫാക്ടർ കിട്ടുമ്പോൾ അതെന്ത്? കോൺട്രഡിക്ഷൻ വന്നു. എയും ബിയും കോപ്രൈം ആയിരുന്നല്ലോ, കോമൺ ഫാക്ടർ ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഇവിടെ കോമൺ ഫാക്ടർ കിട്ടിയല്ലോ. അതെന്തുകൊണ്ട് അങ്ങനെ കിട്ടി? നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു, ഇൻകറക്റ്റ് അസംഷൻ. ഓക്കെ, ദെയർഫോർ റൂട്ട് 5 എന്താണ്? റാഷണൽ അല്ല, എന്താണ്? ഇറാഷണൽ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ എങ്ങനെയാണ് റൂട്ട് 2 ഈസ് റാഷണൽ തെളിയിക്കുക? നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ റൂട്ട് 5 എന്താണ് തെളിയിച്ചെന്നുള്ളത് സാർ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കും. അതേപോലെ മാറ്റി നിങ്ങൾ റൂട്ട് 2 എഴുതിയാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ റൂട്ട് 5 ഈസ് റാഷണൽ തെളിയിക്കണം. നമ്മൾ എന്താ ചെയ്തത്? ലെറ്റ് us assume to the contrary that റൂട്ട് 5 ഈസ് റാഷണൽ. ഇതിന് ഇപ്പുറത്ത് എഴുതണമെങ്കിൽ ആ റൂട്ട് 5യുടെ പ്ലേസിൽ റൂട്ട് 2 എന്നാക്കിയാൽ മതി. അപ്പൊ എങ്ങനെ വരും? ആണോ? റൂട്ട് 2 ഈസ് റാഷണൽ. ക്ലിയർ? പിന്നെ ഇതേ സെന്റൻസ് ഇവിടെ തന്നെ അങ്ങനെ തന്നെ എടുത്തെഴുതാം. ഓക്കെ, അടുത്ത് നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? റൂട്ട് 5 is equal to നമ്മൾ എ ബൈ ബി എന്ന് എഴുതി അല്ലേ? അപ്പൊ ഇവിടെ എന്ത് എഴുതും? റൂട്ട് 2 is equal to എ ബൈ ബി എഴുതി കൂടെ? യെസ്. അപ്പൊ അതാണ് അടുത്തത്. അത് മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ ബി ഇങ്ങോട്ട് ഗുണിച്ചു അല്ലെ? അപ്പൊ എന്താണ്? 5 ഇൻറ്റു റൂട്ട് ബി ഇൻറ്റു റൂട്ട് 5 is equal to എ എന്ന് കിട്ടി. ക്ലിയർ? അതുപോലെ ഇവിടെ ബി ഇങ്ങോട്ട് ഗുണിച്ച് നമുക്ക് എന്ത് കിട്ടും? ബി ഇൻറ്റു റൂട്ട് 2 is equal to എ. ക്ലിയർ? യെസ്. അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനുശേഷം എന്താണ്? അത് ബോത്ത് സൈഡ് സ്ക്വയർ ചെയ്യണം. ക്ലിയർ? യെസ്. അപ്പൊ രണ്ട് സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ സ്ക്വയർ ചെയ്തപ്പോൾ എന്ത് കിട്ടിയത്? നമുക്ക് ഇവിടെ സ്ക്വയർ ചെയ്തപ്പോൾ 5 കിട്ടി അല്ലെ? റൂട്ടിന്റെ സ്ക്വയർ അത് തന്നെ. ദെൻ ബി സ്ക്വയർ, ദെൻ എന്താണ്? ഇസിക്കൽ ടു എ സ്ക്വയർ. ക്ലിയർ? യെസ്. അതുപോലെ ഇവിടെ ചെയ്യുമ്പോൾ 2 കിട്ടും. റൂട്ട് 2ന്റെ സ്ക്വയർ 2, ദെൻ ബി സ്ക്വയർ ഇസിക്കൽ ടു എന്താണ്? എ സ്ക്വയർ. ക്ലിയർ? അപ്പൊ ഇത് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ എന്ത് എഴുതണം? ദെയർഫോർ എ സ്ക്വയർ ഡിവിസിബിൾ ബൈ 5. അതിന്റെ തിയറം അതൊക്കെ എഴുതി ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? എ സ്ക്വയർ ഡിവിസിബിൾ ബൈ 2 എന്ന് എഴുതണം. ഓക്കെ, 5 അല്ല, ചില കുട്ടികൾ 5 എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. അങ്ങനെ എഴുതരുത്. ഡിവിസിബിൾ ബൈ 2, ഇവിടെ 2. അത്രേ ഉള്ളൂ, ഈസി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ എ സ്ക്വയറിന്റെ കേസ് കഴിഞ്ഞു, എയുടെയും കേസ് കഴിഞ്ഞു. നമ്മൾ ഇവിടെ എന്ത് എടുത്തു? എ ഇസിക്കൽ ടു 5c എന്ന് എടുത്തു അല്ലെ? അതുപോലെ ഇവിടെ എ ഇസിക്കൽ ടു നിങ്ങൾ എന്തെടുക്കണം? 2c എന്ന് എടുക്കണം. ക്ലിയർ? ഈസി. അപ്പോ എ ഇസിക്കൽ ടു 5c ഫോർ സം ഇന്റിജർ c, എ ഇസിക്കൽ ടു 2c ഫോർ സം ഇന്റിജർ c. വെരി ഈസി. ഓക്കെ, അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ എ ഇസിക്കൽ ടു 5c. അപ്പൊ എ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ഇത് 5c കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? 2c കൊടുക്കണം. അടുത്തത് 5b സ്ക്വയർ ഇസിക്കൽ ടു 5c സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 2b സ്ക്വയർ ഇസിക്കൽ ടു എന്താണ്? എ സ്ക്വയർ. അപ്പൊ എയുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 2c. എന്ത് കൊടുക്കണം? 2b സ്ക്വയർ ഇസിക്കൽ 2c സ്ക്വയർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 5b സ്ക്വയർ ഇസിക്കൽ ടു 5ന്റെ സ്ക്വയർ 25 ഇൻറ്റു c സ്ക്വയർ. അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? 2b സ്ക്വയർ ഇസിക്കൽ ടു 2ന്റെ സ്ക്വയർ 4 ഇൻറ്റു c സ്ക്വയർ. ക്ലിയർ? ദെൻ ബി സ്ക്വയർ ഇസിക്കൽ ടു 2 അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 4 ഡിവൈഡ് ബൈ 2 ഇൻറ്റു c സ്ക്വയർ വെട്ടിക്കഴിഞ്ഞാൽ 2. സോ ബി സ്ക്വയർ ഇസിക്കൽ ടു എന്താണ്? 2c സ്ക്വയർ. സിമിലാർലി അതായത് ഇവിടെ ചെയ്ത പോലെ ഇവിടെയും ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത് എന്ത് മനസ്സിലായി? ബി സ്ക്വയർ എന്ന് പറയുന്നത് 2 ഇൻറ്റു സം നമ്പർ. ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 2. ദെയർഫോർ ബി ഈസ് ആൾസോ ഡിവിസിബിൾ ബൈ 2. ക്ലിയർ? ഇവിടെ നമ്മൾ 5 എഴുതിയ പോലെ തന്നെ 2ന്റെ കേസിൽ എഴുതുക. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ എല്ലാവർക്കും കോമൺ ആണ്. എന്താണ്? ദെയർഫോർ എ ആൻഡ് ബി ഹാവ് അറ്റ് ലീസ്റ്റ് 5 ആസ് എ കോമൺ ഫാക്ടർ. ഇവിടെ എന്താണ്? 2 ആസ് എ കോമൺ ഫാക്ടർ. ഓക്കെ, യെസ്. ദെൻ ഇറ്റ് ഈസ് കോൺട്രറി ടു ദ ഫാക്ട് ദാറ്റ് കോപ്രൈം. അപ്പൊ അത് തന്നെ ഇവിടെ എഴുതുക. വേറൊരു കുഴപ്പമില്ല. ഇവിടെ റൂട്ട് 5 റാഷണൽ ആണ്. നമ്മൾ ഇവിടെ റൂട്ട് 2 റാഷണൽ എഴുതുക. ദെൻ എന്താണ്?
അസംഷൻ റോങ് ആയിരുന്നു. സോ കൺക്ലൂഷൻ എന്താണ്? വി കൺക്ലൂഡ് റൂട്ട് 5 ഇസ് ഇറാഷണൽ. ഇവിടെ റൂട്ട് 2 ഇസ് ഇറാഷണൽ. വെരി ഈസി. അപ്പൊ ഒരെണ്ണം പഠിച്ചാൽ മതി. അവിടെ മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ മാറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ചില കുട്ടികൾ ഇവിടെ 5C തന്നെ 2C എഴുതി വെക്കും. അങ്ങനെ എഴുതി തെറ്റിപ്പോവും. ഓക്കെ, യെസ്. അപ്പൊ നെക്സ്റ്റ് നോക്കാം. റൂട്ട് 3 ഇറാഷണൽ. ഇത് ഞാൻ ഭയങ്കര സ്പീഡിൽ പറയും, കാരണം ഒരു തവണ പറഞ്ഞത് തന്നെ വീണ്ടും പറയാനായിട്ട്. റൂട്ട് 3 എങ്ങനെ ചെയ്യാം? വേഗം ചെയ്യാം. റൂട്ട് 5 റാഷണൽ, റൂട്ട് 5 റാഷണൽ. അപ്പൊ ഇവിടെ എന്താ? റൂട്ട് 3 ഇസ് റാഷണൽ. ഈ സെന്റൻസ് എഴുതാ, ഇവിടെയും എഴുതാ. അതിനുശേഷം റൂട്ട് 5 ഇസിക്കൽ എ ബൈ ബി, ഇവിടെ റൂട്ട് 3 ഇസിക്കൽ എ ബൈ ബി. ദെൻ സ്ക്വയർ ചെയ്യുക, രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യും ശ്രദ്ധിക്കണം. ഇവിടെ റൂട്ട് 3യുടെ സ്ക്വയർ എങ്ങനെയാണ്? റൂട്ട് 3b എന്ന് എഴുതിയിട്ട് വേണം എഴുതുന്നത്. എന്നിട്ട് വേണം രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യാൻ. ക്ലിയർ? സോ ദിസ് ബിക്കം 3b square is equal to a square. Here നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? റൂട്ട് 5b is equal to a, then രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യണം. ഓക്കെ, is equal to 5b square is equal to a square. ക്ലിയർ? യെസ്. അപ്പൊ അതോടെ ചെയ്തു, ഇവിടെ ചെയ്തു. 5b square 3b square is equal to a square. ഇത് എന്ത് മനസ്സിലായി? a square-നെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് a-നെയും നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം അവിടെ എഴുതി വെക്കുക. യെസ്. ദെൻ ഇവിടെ 5c എടുക്കുമ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ എന്തെടുക്കണം? 3c എടുക്കണം. 3c, a is equal to 3c. ഓക്കെ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് a is equal to 5c, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് a is equal to 3c. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3c കൊടുക്കുക. ഇവിടെ എന്താണ്? 5ന്റെ സ്ക്വയർ 25 വരും, 3യുടെ സ്ക്വയർ എന്തൊരു 9 വരും. 3b സ്ക്വയർ is equal to 3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 9 into c സ്ക്വയർ. ഓക്കെ, സോ b സ്ക്വയർ is equal to 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ 9/3 into c സ്ക്വയർ. ഇത് വെട്ടി ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. സോ b സ്ക്വയർ is equal to 3c സ്ക്വയർ. ക്ലിയർ? യെസ്. സോ അങ്ങനെ എഴുതാം. But this means that b square is divisible by 5 and also b is also divisible by 5 എന്ന് പറയുന്ന പോലെ ഇവിടെ 3 also divisible by 3 using the remedy. ആ കാര്യങ്ങളൊക്കെ അവിടെ എഴുതുക. 3 ആക്കി കൊടുക്കുക. 5 ന്റെ സ്ഥലത്ത് 3 ആക്കി കൊടുക്കുക. So therefore a and b have at least 5 as a common factor. ഇവിടെ 3 as a common factor. കണ്ടോ? So റൂട്ട് 5 is rational ആണെന്നുള്ളത് നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് 5 is rational തെളിയിച്ചു. ഇവിടെ റൂട്ട് 3 is rational. ഈസി. ക്ലിയർ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 റൂട്ട് 2 is rational. ഇത് നേരത്തെ ചെയ്തതുപോലെയല്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് നോക്കാം നമുക്ക്. ആ ചെറിയ വ്യത്യാസം മാത്രം മനസ്സിലാക്കിയാൽ മതി. നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? അതുപോലെ ഇത് എഴുതാം. എന്താ? ലെറ്റ് us assume the contrary that 3 root 2 is rational. അങ്ങനെ എഴുതാം. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇത് രണ്ടും സെയിം ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ 3 root 2 is equal to a by b, അവിടെയും വരെയും കറക്റ്റ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് 3 root 2 is equal to a by b ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് റൂട്ട് 2 മാത്രം ഒരു സൈഡിലാക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ 3 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് 3 ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ ഡിവിഷൻ ആവും. അപ്പൊ റൂട്ട് 2 is equal to a by b, ബിയുടെ കൂടെ വരും 3 into 3 is equal to a by 3b എന്നാവും. ഓക്കെ, അപ്പൊ റൂട്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a by 3b ആണെന്നാണ് നമ്മളിവിടെ എഴുതി വെച്ചതിന്റെ അർത്ഥം. എ എന്ന് പറയുന്ന ഒരു ഇന്റിജർ ആണ്, ബി എന്ന് പറഞ്ഞ ഒരു ഇന്റിജർ ആണ്, 3യും ഒരു ഇന്റിജർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എയും ബിയും കോപ്രൈമും ആണ്. മനസ്സിലായോ? എയും ബിയും കോപ്രൈമും ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് നമ്പർ ആണ്? റാഷണൽ നമ്പർ ആയിരിക്കും. ഇത് റാഷണൽ നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ്, അതായത് റൂട്ട് 2 is equal to a by 3b എന്ന് പറയുന്ന ഇക്വേഷന്റെ ഈ ഒരു സൈഡ് റാഷണൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് 2 എന്തായിരിക്കും? റാഷണൽ നമ്പർ ആയിരിക്കും. പക്ഷേ റൂട്ട് 2 ഇറാഷണൽ നമ്പർ ആണെന്ന് നമുക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ എടുത്ത അസംഷൻ തെറ്റാണ്. ക്ലിയർ ആണോ? നമ്മൾ എടുത്ത അസംഷൻ എന്താണ്? 3 റൂട്ട് 2 എന്ന് പറയുന്നത് എന്താണ്? എന്താണ് റാഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ 3 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോ എന്തായിരിക്കണം? എന്ത് സംഭവിക്കണം? 3 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡും റാഷണൽ നമ്പർ ആവണ്ടേ? പക്ഷെ ലെഫ്റ്റ് സൈഡ് എന്താ കിടക്കുന്നത്? റൂട്ട് 2 അല്ലേ? അത് എന്ത് നമ്പറാണ്? ഈ റാഷണൽ നമ്പർ ആണ്, നമുക്ക് അറിയാം. ചെറിയ മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെ ഇത്രയും ചെയ്താൽ മതി. വലിയ മാർക്കിനാണ് ചോദിക്കണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ റൂട്ട് 2 എങ്ങനെയാണ് ഇറാഷണൽ ആയെന്ന് നേരത്തെ പഠിപ്പിച്ചില്ലേ, അത് അവിടെ എഴുതണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞാൽ മതി റൂട്ട് 2, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ റൂട്ട് 2 എന്ന് പറയുന്നത് ഇറാഷണൽ ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടിയത് റാഷണൽ നമ്പറും ആണ്. അപ്പൊ എന്താണ്? അത് രണ്ടും സെയിം ആവൂലല്ലോ. അതുകൊണ്ട് എന്താണ്? റൂട്ട് 2 എന്ന് പറയുന്നത് എന്താണ്? ഇറാഷണൽ. ഓക്കെ, സോ അപ്പൊ ഇവിടെ റൂട്ട് 2 നിർത്തിയിട്ട് മക്കളെ 3 താഴേക്ക് എടുക്കുക. എന്നിട്ട് പറയാ a square by 3b എന്ന് പറയുന്നത് റാഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് 2ഉം റാഷണൽ ആണ്. പക്ഷേ റൂട്ട് 2 ഇറാഷണൽ ആണല്ലോ. മനസ്സിലായോ? റൂട്ട് 2 ഇറാഷണൽ ആണല്ലോ. അപ്പൊ റൂട്ട് 2 ഇറാഷണൽ ആയതുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ ഇത് റാഷണൽ ആയതുകൊണ്ട് റൂട്ട് 2 എങ്ങനെ റാഷണൽ ആവും? റൂട്ട് 2 ഓൾറെഡി ഇറാഷണൽ അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ.
ബിക്കോസ് അവർ ഇൻകറക്റ്റ് അസംഷൻ ദാറ്റ് 3√2 ഇസ് റാഷണൽ. നമ്മൾ 3√2 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് ഇവിടെ √2 റാഷണൽ ആയിട്ട് വന്നത്. അപ്പൊ 3√2 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്താൽ √2 റാഷണൽ ആയി. കണ്ടോ? സോ അവിടെ എഴുതി വെക്കുക. സോ വി കൺക്ലൂഡ് ദാറ്റ് 3√2 ഇസ് ഇറാഷണൽ. ക്ലിയർ? ഇതേപോലെ തന്നെയാണ് നമുക്ക് 5 - √3 ഈസ് ഇറാഷണൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വ്യത്യാസവുമില്ല. ഈ 3 പ്ലേസിൽ 5 - √3 വന്നു, അത്രേ ഉള്ളൂ. അപ്പൊ വീണ്ടും സാർ എഴുതുകയാണ്, ആദ്യത്തെ 2 സ്റ്റെപ്പ് അങ്ങനെ എഴുതുകയാണ്. 5 - √3 ഈസ് ഈക്വൽ ടു a/b എടുക്കും. അപ്പൊ എനിക്ക് ഇവിടെ √3നെ എനിക്ക് എന്ത് ചെയ്യണം? അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്താവും? 5 ഇസ് ഈക്വൽ ടു a/b. ഈ -√3 അപ്പുറം ചെയ്യുന്ന +√3 ആണ്. ക്ലിയർ? ഓക്കെ. √3നെ എനിക്ക് ഒരു സൈഡിൽ നിർത്തണം. അപ്പൊ ഈ a/b ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കും. അപ്പൊ 5 ഇത് പോസിറ്റീവ് a/b ആണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ -a/b ആവും. 5 - a/b ഇസ് ഈക്വൽ ടു √3. ക്ലിയർ? യെസ്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. 5 - a/b ഇസ് ഈക്വൽ ടു √3. അപ്പൊ ഇവിടെ 5 എന്ന് പറഞ്ഞൊരു സംഖ്യയാണ്, a ഒരു സംഖ്യയാണ്, b ഒരു സംഖ്യയാണ്, അല്ലെ? എന്താണ് ഇതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്? ഇപ്പൊ 5 b കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ 5b മൈനസ് എന്താണ് a ഡിവൈഡ് ബൈ താഴെ b, ഇങ്ങനെ ഒരു സംഖ്യ ആയിരിക്കും കിട്ടുക. ഇത് റാഷണൽ നമ്പർ ആണ്. ഓക്കെ, p/q ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ √3 എന്തായിരിക്കും? റാഷണൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റാഷണൽ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? റാഷണൽ ആണെന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു, അയ്യോ √3 റാഷണൽ അല്ലല്ലോ, ഇറാഷണൽ അല്ലേ? അപ്പൊ നമ്മുടെ അസംഷൻ തെറ്റാണ്. അതുകൊണ്ട് √3 എന്താണ്? റാഷണൽ അല്ല, ഇറാഷണൽ ആണ്. അങ്ങനെ ഇവിടെ എഴുതിയ പോലെ തന്നെ എഴുതണം. ഓക്കെ, സിൻസ് a and b ആർ ഇന്റിജേഴ്സ് വി ഗെറ്റ് 5 - a/b is rational and √3 is rational. അതുകൊണ്ട് √3 റാഷണൽ ആണ്. 5 - b ഇത് റാഷണൽ ആയതുകൊണ്ട് ഇതും റാഷണൽ ആണ് നമ്മൾ എഴുതിയാണ്. പക്ഷേ ബട്ട് ദിസ് കോൺട്രഡിക്ട് ദ ഫാക്ട് ദാറ്റ് √3 ഇറാഷണൽ. ഇത് എതിരെ വരെയാണ്. √3 ഇറാഷണൽ അല്ലേ, പിന്നെ എങ്ങനെ √3 എന്താണ് റാഷണൽ ആവും? അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നതാണ്, ദിസ് കോൺട്രഡിക്ഷൻ ഹാസ് അറൈസൺ ബിക്കോസ് ഓഫ് അവർ ഇൻകറക്റ്റ് അസംഷൻ ദാറ്റ് 5 - √3 ഇസ് റാഷണൽ. നമ്മൾ തെറ്റായി അസ്യൂം ചെയ്തുകൊണ്ടാണ് ഇവിടെ √3 റാഷണൽ എന്ന് വന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? √3 റാഷണൽ അല്ല. therefore we conclude that 5 - √3 is irrational. അപ്പൊ ഇത് നേരത്തെ ചെയ്ത ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസം എന്താണ് മക്കളെ? നിങ്ങൾ ഇവിടെ റൂട്ടുള്ള സംഖ്യനെ ഒരു സൈഡിലാക്കിയിട്ട് മറ്റേ സംഖ്യനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് മറ്റേ സംഖ്യ നിങ്ങൾ കൊണ്ടുപോയ സ്ഥലത്ത് അത് റാഷണൽ ആണെന്ന് തെളിയിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡും റാഷണൽ ആണെന്ന് പറയണം. പക്ഷെ ലെഫ്റ്റ് സൈഡ് √2 വന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയാം? റൂട്ട് വന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയും? അത് കോൺട്രഡിക്ഷൻ വന്നു, അത് റാഷണൽ ആണ്. അപ്പൊ അങ്ങനെ ലെഫ്റ്റ് സൈഡ് റാഷണൽ ആണെന്ന് വരാൻ കാരണം നമ്മുടെ അസംഷൻ തെറ്റായത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ അസംഷൻ തെറ്റാണ്, റാഷണൽ അല്ല. ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഉൾപ്പെടെ മൊത്തം ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത് അത് ഉൾപ്പെടെ എന്താണെന്ന് പറയണം? ഇറാഷണൽ ആണെന്ന് പറയണം. ക്ലിയർ? യെസ്. നമ്മൾ എക്സസൈസിലേക്ക് പോവാം. എക്സസൈസിൽ വരുമ്പോൾ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. 1/√2 ഉണ്ട്, 7√5 ഉണ്ട്, 6/√2 ഉണ്ട്. അപ്പൊ ഈ കേസിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് 1/√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 1/√2 അതിന് നമുക്ക് എന്താണ്? a/b എന്ന് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിരിക്കണം. അതായത് തിരിക്കുമ്പോൾ √2/1. ഇത് തിരിയുമ്പോൾ എന്താവും? b/a. ഓക്കെ, സോ √2 ഇസ് ഈക്വൽ ടു എന്താണ്? b/a എന്നെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ അത് ചെയ്യാൻ. ആ ഒരു കേസ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ സാർ കാണിച്ചു നോക്കിക്കോളൂ. സോ ഫസ്റ്റത്തെ കേസ്, ലെറ്റ് 1/√2 ഇസ് റാഷണൽ ആയിട്ട് എടുക്കുക. അപ്പൊ 1/√2 നമ്മൾ എന്തെടുത്തു? a/b എടുത്തു. തിരിച്ചിടുമ്പോൾ √2 ഇസ് ഈക്വൽ ടു എന്താണ്? b/a. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സെക്കൻഡ് ചെയ്ത മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ b/a എന്ന് പറയുന്നത് എന്താണ്? റാഷണൽ ആണ്. കാരണം എയും ബിയും ഇന്റിജേഴ്സ് ആണ്. പക്ഷെ √2 എന്താണ്? ഇറാഷണൽ ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ എന്താണ്? കോൺട്രഡിക്ടറി ഫാക്ട് ആയിട്ട് എന്താണ്? നമ്മുടെ അസംഷൻ തെറ്റാണ്. അതുകൊണ്ട് 1/√2 എന്താണ്? ഇറാഷണൽ ആണ് ലഭിക്കണം. ഓക്കെ, എഴുതിയെടുത്തോളൂ. മനസ്സിലായോ പറഞ്ഞത്? ആദ്യം 1/√2 ഇസ് ഈക്വൽ ടു എന്താണ്? a/b എന്ന് എഴുതണം, അത് തിരിക്കണം. അപ്പൊ √2 ഇസ് ഈക്വൽ ടു b/a. രണ്ടാമത് പഠിച്ച മെത്തേഡില്ലേ അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറും റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? റാഷണൽ നമ്പറും. അപ്പൊ b/a റാഷണൽ ആയതുകൊണ്ട് √2 റാഷണൽ ആണെന്ന് നമ്മൾ എഴുതുന്നു. ഓക്കെ, പക്ഷെ √2 എന്ന് പറയുന്നത് റാഷണൽ ആണല്ലോ. അപ്പൊ നമ്മൾ കോൺട്രഡിക്ഷൻ വന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? 1/√2 എന്തായിരിക്കും? ഇറാഷണൽ ആയിരിക്കും. സെക്കൻഡ് പഠിപ്പിച്ച മെത്തേഡ്, അതായത് 3√2 5 - √3 എങ്ങനെയാണോ ചെയ്തത് അതുപോലെയാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം കേട്ടോ. അടുത്ത 7√5 ആണ്. 7√5 എന്ന് പറയുമ്പോൾ 7√5നെ നിങ്ങൾക്ക് എന്ത് എഴുതാം? a/b എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നിങ്ങൾ √5 ഒരുമിച്ച് ഒരു സൈഡിലാക്കണം. ഈ 7 എന്ന് പറയുന്ന ആൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ a/7b. എന്നിട്ട് പറയും ഇത് റാഷണൽ ആണ്. അപ്പൊ അതുകൊണ്ട് √5 റാഷണൽ ആണ്. ബട്ട് √5 എന്താണ്? ഇറാഷണൽ ആണ്. സെക്കൻഡ് മെത്തേഡിൽ തന്നെയാണ് നിങ്ങൾ ഇതും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം 7√5 റാഷണൽ എടുക്കുക. 7√5 നിങ്ങൾ a/b എന്ന് എടുക്കാം. അതിനുശേഷം ഈ 7 താഴേക്ക് എടുക്കുമ്പോൾ √5 ഇസ് ഈക്വൽ ടു a/7b. a/7b എന്ന് പറയുന്ന റാഷണൽ നമ്പർ ആണ്. അതുകൊണ്ട് √5 എന്തായിരിക്കും? റാഷണൽ നമ്പർ ആണെന്ന് എഴുതുന്നു. പക്ഷെ √5 എന്ന് പറയുന്നത് എന്താണ്? ഇറാഷണൽ നമ്പർ ആണ്. അതുകൊണ്ട് നമ്മൾ എടുത്ത അസംഷൻ തെറ്റാണ്.
അതുകൊണ്ട് 7√5 എന്താണ്? ഇറാഷണൽ ആണ്. ക്ലിയർ? ഓക്കെ, യെസ്. വളരെ ചുരുക്കിയാണ് സാർ ചെയ്തിരിക്കുന്നത്. അടുത്തത് വളരെ ഈസിയാണ്. 6+√2 = എന്താണ്? A/B എന്ന് എഴുതാം. എന്നിട്ട് √2 ഇവിടെ നിർത്തുക. 6 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ A/B -6 കണ്ടോ? അപ്പൊ ഇത് എന്ന് പറയുന്നത് എന്താ? ഇതൊരു ഇൻഡിജർ, ഇതൊരു ഇൻഡിജർ. ഇത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ A-6B / B കണ്ടോ? ഒരു റാഷണൽ നമ്പർ ആണ്. അതുകൊണ്ട് √2 റാഷണൽ നമ്പർ ആണെന്ന് എഴുതണം. എന്നിട്ട് നമ്മൾ പറയണം, അയ്യോ √2 റാഷണൽ നമ്പർ ആണല്ലോ, അപ്പൊ നമ്മൾ എടുത്ത എന്താണ് അസംഷൻ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. അപ്പൊ 6+√2 റാഷണൽ എടുക്കുക, 6+√2 A/B എന്ന് എടുക്കുക, √2 ഇവിടെ നിർത്തുക, 6 അപ്പുറം കൊണ്ടുപോവുക, A/B -6. A/B -6 റാഷണൽ നമ്പർ ആയതുകൊണ്ട് √2 റാഷണൽ നമ്പർ ആയിരിക്കും. പക്ഷേ √2 എന്താണ്? ഇറാഷണൽ നമ്പർ ആണ്. Therefore our assumption is false and hence 6+√2 is irrational. Clear? മനസ്സിലായോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഈ പാർട്ടില്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന പാർട്ട് 5 ഇത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്. അപ്പൊ തുടർന്ന് അങ്ങോട്ടുള്ള പാർട്സുകൾ, അതായത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ഈ ചാനലിൽ ജോയിൻ ചെയ്യണം. ഈ ചാനലിൽ ഈ വീഡിയോന്റെ താഴെ ജോയിൻ ഓപ്ഷൻ ഉണ്ട്. സോ പ്ലീസ് ജോയിൻ. നിങ്ങൾക്ക് പെർ മന്ത് വരുന്ന ചാർജ് പറഞ്ഞാൽ 399 റുപ്പീസ് ആണ്. അപ്പൊ അത് കൊടുത്തുകൊണ്ട് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും, എല്ലാ ഇൻസൈറ്റ് സൊല്യൂഷൻസും കിട്ടും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആൻസേഴ്സ് കിട്ടും, അതുപോലെ തന്നെ ഒത്തിരി പ്രോബ്ലംസ് സാർ വർക്ക്ഔട്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് കിട്ടും. ജോയിൻ ചെയ്ത എല്ലാവർക്കും അത് കിട്ടും. അല്ലാത്തവർക്ക് ഈ കൊടുക്കുന്ന ക്ലാസ്സുകൾ, ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടും പഠിക്കാം. അപ്പൊ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. അപ്പൊ അതുകൊണ്ട് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ക്ലാസ്സുകളെല്ലാം തന്നെ നമുക്ക് എന്താണ് ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് അതിന് ശേഷമുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്പെഷ്യലൈസ്ഡ് വീഡിയോസ് നമുക്ക് ഇതിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് അവൈലബിൾ ആയിരിക്കും. മെമ്പേഴ്സ് ആവാനായിട്ട് നിങ്ങൾ മന്ത്ലി 399 ഒരു പ്ലാൻ ഉണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. ഈ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് ഇങ്ങനെ ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. അതിനകത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ചാനലിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.